ഫിഫ ലോകകപ്പിൽ സെമിഫൈനൽ ലക്ഷ്യമിട്ട് അർജന്റീന കളത്തിലേക്ക്. ഇന്ത്യൻ സമയം നാളെ രാവിലെ 6:30 നടക്കുന്ന മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡാണ് അർജന്റീനയുടെ എതിരാളി. നാളെ പുലർച്ചെ നടക്കുന്ന മറ്റൊരു ക്വാർട്ടർ പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് നോർവേയും നേരിടും. ഈജിപ്തിനെതിരെ ത്രില്ലർ പോര് ജയിച്ചെത്തുന്ന അർജന്റീന അവസാന 4 ഇടം മോഹിച്ച സ്വിറ്റ്സർലൻഡിനെതിരെ 79 മിനിറ്റ് വരെ 2 ഗോളിന് പിന്നിലായിരുന്ന മെസ്സിപ്പട ജയം പിടിച്ചെടുത്തത് അവസാന 12 മിനിറ്റിനിടെ 3 ഗോൾ തിരിച്ചടിച്ച്. ആൽബി സെലസ്റ്റുകളുടെ കരുത്തും പ്രതീക്ഷയുമെല്ലാം നായകൻ ലിയോണൽ മെസ്സി. 5 കളിയിൽ നിന്ന് വലയിലേക്ക് നായകൻ നിറയൊഴിച്ചത് 8 തവണ. 39-ാം വയസ്സിൽ ഈജിപ്തിനെതിരെ അവസാന 15 മിനിറ്റിൽ മെസ്സി നിറഞ്ഞാടിയത് ഒരു 19-കാരനെ പോലെയായിരുന്നു. അറച്ചു നിൽക്കുന്ന അറ്റാക്കേഴ്സിന്റെയും വീര്യമില്ലാത്ത വിങ്ങുകളുടെയും കെട്ടുറപ്പില്ലാത്ത പ്രതിരോധ നിരയുടെയും പോരായ്മകളെല്ലാം ഇതുവരെ പരിഹരിച്ചു പോന്നതും മെസ്സിയുടെ അവിശ്വസനീയ പ്രകടനങ്ങൾ. 1954 ശേഷം ക്വാർട്ടർ കളിക്കുന്ന സ്വിറ്റ്സർലൻഡിന്റെ ലക്ഷ്യം ടീമിന്റെ ആദ്യ സെമി ബർത്ത. കൊളംബിയയെ പിടിച്ചുകെട്ടി ഷൂട്ടൌട്ടിലേക്ക് നീട്ടിക്കൊണ്ടുപോയ അതേ തന്ത്രം തന്നെയായിരിക്കും ലോക ചാമ്പ്യന്മാർക്കെതിരെയും സ്വിസ് പട പയറ്റുക. മയാമിയിൽ മാസ് മസാല പോരാട്ടം. മുൻ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് ടൂർണമെന്റിൽ അമ്പരപ്പിക്കുന്ന കുതിപ്പ് നടത്തിയ നോർവേയെ നേരിടും. ആക്രമണ ഫുട്ബോളിന്റെ ഡെഡ്ലി വേർഷനാണ് ഇരു ടീമുകളും. ഏർലിംഗ് ഹാലൻഡിന്റെ ഇരട്ടയടികൾ 5 തവണ ചാമ്പ്യന്മാരായ ബ്രസീലിനെ വീഴ്ത്തിയാണ് നോർവേ ചരിത്രത്തിൽ ആദ്യമായി ക്വാർട്ടറിൽ കടന്നത്. 7 ഗോളുമായി ഗോൾഡൻ ബൂട്ട് റേസിൽ ലിയോണൽ മെസ്സിയെയും കിലിയൻ എംബാപ്പയെയും വിടാതെ പിടിക്കുന്ന ഏർലിംഗ് ഹാലൻഡിന് ഇംഗ്ലണ്ടിന്റെ മറുപടി 6 ഗോൾ അടിച്ച ക്യാപ്റ്റൻ ഹാരി കെയ്നിലൂടെ. 4 ഗോൾ നേടിയ ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ മിന്നും ഫോമും 3 ലയൺസിന് കരുത്തേകും. മാർട്ടിൻ ഒഡേഗാർഡിന്റെ മധ്യനിരയിലെ പ്രകടനം നോർവേക്കും നിർണായകമാവും. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.